ഈ വലിയ കുത്തൊഴുക്കിലും 7 തവണ പുഴയിലേക്ക് ഇറങ്ങി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ വലിയ തടസ്സങ്ങൾ ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട് എന്നുള്ളത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പുഴയുടെ നടുഭാഗത്താണ് ഈ മൺതിട്ടയുള്ളത്. അവിടെ അരയാൽ പൊക്കം മാത്രമേ വെള്ളമുള്ളൂ. അതായത് പുഴ 2 ഭാഗമായി അതിന് ചുറ്റും 2 വശങ്ങളിലൂടെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് വൻതോതിൽ മണ്ണടിഞ്ഞിട്ടുണ്ട്. ആ മണ്ണിനടിയിൽ കൂറ്റൻ പാറക്കഷ്ണങ്ങളുണ്ട്. ഇതുകൂടാതെ വലിയ മരങ്ങൾ കടപുഴകി വന്ന് അതിൽ ഉറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ ചില്ലകളോട് കൂടിയെങ്കിൽ കിടക്കുമ്പോൾ അതിന് ഉള്ളിലേക്ക് ഊളിയിട്ട് പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇറങ്ങുന്ന ആൾ അതിനുള്ളിൽ സ്റ്റക്കായി പോവാനുള്ള സാധ്യത വരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക് വളരെ കൂടുതലാണ് എന്ന് ഇന്നലെ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇന്ന് ഒന്നുകൂടി കുറച്ചുകൂടി ശ്രമിക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈശ്വർ മാൽപയും അദ്ദേഹത്തിൻ്റെ ടീമും ഉള്ളത്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ കൂടി സാന്നിധ്യത്തിൽ സഹായത്താൽ ആണ് ഇന്നലെ തിരച്ചിൽ നടന്നത്. നേവിയും അതുപോലെ തന്നെ NDRFിൻ്റെയും മുങ്ങൽ വിദഗ്ധർ അവർക്ക് പിന്തുണയുമായി അല്ലെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമായി കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് ഏതായാലും തിരച്ചിലിൽ ഈശ്വർ മാൽപേ സംഘം ദൗത്യ സംഘത്തിനൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ ഇന്ന് കൂടി ഈ പരിശോധനകളിൻ്റെ ഭാഗമാകും. രാവിലെ മഴ പെയ്തിരുന്നു. ഈ മഴ പക്ഷേ മഴ മാറിയെന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിലിന് അനുകൂല സാഹചര്യം ഉണ്ടാവുള്ളൂ. ഇന്നലത്തെ ഒരു ദിവസം എടുത്താൽ ഇന്നലെ പൂർണ്ണമായും മഴ മാറി നിന്ന ഒരു ദിനമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരച്ചിലിന് അത് വളരെ ഗുണകരമാവുകയും ചെയ്തു. ഏതായാലും അങ്ങനെ ഒരു കാലാവസ്ഥ ഉണ്ടായാൽ ഇന്ന് തിരച്ചിൽ വളരെ സുഗമമായി നടത്താനാകും. പക്ഷേ മഴ മുന്നറിയിപ്പ് ഉള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തേത് എന്നുകൂടി ഓർക്കണം. ഏതായാലും ഇന്നും തിരച്ചിൽ നടപടികൾ രാവിലെ തന്നെ ആരംഭിക്കും. 9 മണിയോട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് സതീഷ് കൃഷ്ണസേൽ അറിയിച്ചത്. ഏതായാലും നടപടിക്രമങ്ങളെല്ലാം തന്നെ അവിടെ പുഴയിലിറങ്ങിയുള്ള മാൽപേ സംഘത്തിന്റെ തിരച്ചിലിന് അപ്പുറത്തേക്ക് മറ്റു ഏതെങ്കിലും സാധ്യതകൾ ഇപ്പോൾ തേടുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ എത്തിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലാണ് എന്നറിയുന്നു. അവിടെയുള്ളൊരു സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടികൾ ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒപ്പം തെരച്ചിൽ തുടരണമോ വേണ്ടായോ എന്നതുൾപ്പെടെയുള്ള തരത്തിലേക്കുള്ള നിർണായക ചർച്ചകളും തീരുമാനങ്ങളും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടിയുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്ന് 13ാം ദിവസമല്ലേ പൂജ. അപ്പോൾ ഇനി തിരച്ചിൽ അനന്തമായി നീട്ടിക്കൊണ്ടു പോകണോ എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും അവരുടെ പക്കലുണ്ട്. പക്ഷേ എന്ത് തീരുമാനമെടുത്താലും കുടുംബത്തെ കൂടി വിശ്വാസത്തിലെടുത്തേ നടപടികൾ ഉണ്ടാകൂ എന്നാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇവിടുത്തെ കാർവാർ MLAയും ഒക്കെ പറയുന്ന ഒരു കാര്യം. കുടുംബത്തിൻ്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഒരു നിർണായകമാവുക. നിലവിലേതായാലും ഈ 12 ദിവസം തിരഞ്ഞിട്ടും കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് സങ്കടകരമായിട്ടുള്ള കാര്യം. എല്ലാവിധ സംവിധാനങ്ങളും എത്തി. കഴിഞ്ഞ 9 ദിവസമായി, അതായത് ആദ്യം 3 ദിവസത്തെ മാറ്റി നിർത്തിയാൽ 9 ദിവസം സകല സംവിധാനങ്ങളും ഇവിടേക്ക് എത്തി. അതായത് കഴിഞ്ഞ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നു. അവർ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നമുക്ക് ഈ ലോറി എവിടെയുണ്ട് എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മാൽപേ സംഘം വരുന്നത്. നേവി എത്തി, കരസേന എത്തി, NDRF എത്തി. അങ്ങനെ സകലവിധ സംവിധാനങ്ങളും ഇവിടേക്ക് എത്തി നടത്തിയ പരിശോധനയിലും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായില്ല. അതിന് വെല്ലുവിളി ഈ പുഴയിലെ ഒഴുക്കും അതുപോലെ തന്നെ അടിത്തട്ടിൽ ഇങ്ങനെ വന്നടിഞ്ഞ് കൂടി കിടക്കുന്ന നിക്ഷേപങ്ങളുമൊക്കെയാണ്. ഏതായാലും ഇന്നും അവർ തിരച്ചിൽ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ തന്നെ ഈശ്വർ മാൽപേ സംഘം പുഴക്കരയിലെത്തി തിരച്ചിൽ നടപടികൾ ആരംഭിക്കും. ഇന്നലെ 7 തവണ ഡൈവ് ചെയ്തിരുന്നു. ഇന്ന് പക്ഷേ കുറച്ചുകൂടി കൂടുതൽ തവണ അദ്ദേഹം പുഴയിലിറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒഴുക്ക് വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. ഇന്നലെ
2 തവണ ഈ 7 തവണ അദ്ദേഹം പുഴയിലേക്ക് അടിയിലേക്ക് ഊളിയിടാൻ ശ്രമിച്ചെങ്കിൽ 2 തവണ അദ്ദേഹത്തിന്റെ ശരീരവും അതുപോലെ തന്നെ ആങ്കറേജുമായി, അതായത് ചുറ്റും 4 ഭാഗത്തു നിന്നും അദ്ദേഹം ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടി വടം കെട്ടിയിരുന്നു, ശരീരവുമായി ബന്ധിപ്പിച്ചിരുന്നു. ആ വടം പലതവണ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. തുടർന്ന് ഒരു 100 മീറ്ററെങ്കിലും അദ്ദേഹം മുന്നിലേക്ക് ഒഴുകി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഇന്നലെ കണ്ടു.